ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് കായം തേക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്, അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചതും, 1 ടീസ്പൂൺ കോൺഫ്ലവറും ചേർത്ത് ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുത്ത് അതും ഇതിൻ്റെ കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് കോരി മാറ്റാനാവും ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് കോരി മാറ്റാം. നമുക്ക് ബിരിയാണിയുടെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതേ ഓയിലിൽ തന്നെ നമ്മൾ നേരത്തെ കായം തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഡീപ്പ് ഫ്രൈ ആയിട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ബിരിയാണിയിലേക്കായതുകൊണ്ട് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം അതിനായിട്ട് ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഇങ്ങനെയാണെന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിനായി ഒരു പാത്രത്തിലേക്ക്, നമ്മളിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ കുക്കറിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്ത് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, ബേ ലീഫ്, 1 കഷ്ണം ക്യാരറ്റും 1 കഷ്ണം സവാളയും നീളത്തിൽ അരിഞ്ഞതും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴന്ന് വരുമ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ബിരിയാണി കൈത എന്നൊക്കെ നമ്മൾ ഇവിടെ ഇതിന് പറയുന്നത്. അപ്പോൾ ഈ ചിക്കൻ കറിയിലും ബിരിയാണിയിലും ഒക്കെ ഇട്ടാൽ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 2 വിസിൽ വരുന്ന വരെയാണ് നമ്മളത് വേവിച്ചെടുത്തത്. ബിരിയാണിയിലേക്ക് ഇനി ദമ്മിടുമ്പോൾ ബാക്കി വേവും കൂടി കറക്റ്റ് വേവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാല ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഇവിടെ 4 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്കൊരു 3 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചതച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ട് ഇത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ നമ്മളിത് വഴറ്റിയെടുക്കണം. ഇതിൽ നമ്മൾ ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ടില്ല, കാരണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലും കൂടി ഇതിലേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കും. അതുകൊണ്ട് ഒരുപാട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് മല്ലിയിലയും കരിവേപ്പിലയും പുതിനയിലയും ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 2 ടീസ്പൂൺ തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും അതിൻ്റെ ഓയിലും കൂടെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമുക്കിനി എരിവൊക്കെ നോക്കിയിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ചിക്കനിൽ മുളക് പൊടി ചേർത്തുകൊണ്ട് അത്യാവശ്യം എരിവുണ്ടാവും. പിന്നെ നമ്മൾ മസാലയിൽ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇനി കുരുമുളക് പൊടി ചേർക്കാൻ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് തൈരും 1/4 ടീസ്പൂണോളം വിനാഗിരി കൂടെ ചേർക്കുന്നുണ്ട്. വിനാഗിരിക്ക് പകരം നമുക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ് കുരുയില്ലാതെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുക്കറിലിട്ട് ചോറും കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. അതിന് മുന്നേ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ബിരിയാണിയുടെ മസാലയിലെ മുകളിൽ നമ്മളൊരു വാഴയില വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ദം ചെയ്ത് പൊട്ടിക്കുമ്പോൾ ബിരിയാണിയുടെ മസാലയും ബിരിയാണിയും മൊത്തത്തിൽ ഒന്ന് മിക്സ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് ചോറ് ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും മല്ലിയിലയും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ചോറ് ഇട്ടിട്ട് മുകളിൽ വീണ്ടും കുറച്ച് മല്ലിയിലയും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം അതിന് മുകളിൽ ഒരു ഫോയിൽ കൊണ്ട് കവർ ചെയ്തതിന് ശേഷം മുകളിൽ ഒരു വെയിറ്റ് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സിമ്മിൽ ദമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് നമ്മുടെ ബിരിയാണിയൊക്കെ നല്ല ദമ്മായി വന്നിട്ടുണ്ട്. നമുക്കിത് തുറക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ ഇന്നത്തെ ലഞ്ച് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.